ഒരിക്കൽ ഒരിടത്തൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. വളരെ ക്രൂരനും നിഷ്ഠൂരനുമായിരുന്നു അദ്ദേഹം. ജനങ്ങളെല്ലാം നികുതി ഭാരത്താൽ ഒരു പരുവത്തിലാക്കി കളഞ്ഞു. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പലരും നാടുവിട്ടോടി മറ്റു രാജ്യങ്ങളിലേക്ക് താമസമുറപ്പിച്ചു. നിവൃത്തിയില്ലാത്തവർ തല്ലുകൊണ്ടും നികുതിയും കൊടുത്ത് ജീവിതം ഒരു നരകത്തിലെന്ന മാതിരി ജീവിച്ചു കഴിഞ്ഞു. ഒരിക്കൽ അയാൾ മരിച്ചു. അയാളുടെ മകൻ രാജ്യഭാരമേറ്റു. രാജ്യഭാരമേറ്റപ്പോൾ ജനങ്ങൾക്കെല്ലാം സന്തോഷമായി. കാരണം ഇനി ഇങ്ങനൊരു ഭരണം ഉണ്ടാവില്ലല്ലോ. കാരണം അയാളുടെ മകൻ അത്ര നല്ല മനുഷ്യനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം രാജ്യഭാരമേറ്റതിന് ശേഷം രാജ്യം കാണാനിറങ്ങി. ഓരോരുത്തരും ആഹ്ലാദത്തിൽ മറിഞ്ഞ് ഉല്ലസിക്കുന്നത് അദ്ദേഹം കണ്ടു. ഓരോരുത്തരോട് അവരുടെ വിശേഷങ്ങൾ തിരക്കിയതിന് ശേഷം അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലെത്തിയപ്പോൾ മുന്നിലുണ്ടായിരുന്ന കാവൽക്കാരൻ അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായി. കാരണം നാടൊട്ടുക്ക് ആഘോഷിക്കുമ്പോഴും ഈ കാവൽക്കാരൻ എന്തേ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇനിയും അച്ഛൻ തിരിച്ചു വരുമോ എന്നാണ് മോനെ എൻ്റെ പേടി എന്ന് പറഞ്ഞു. രാജാവ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ഒരിക്കലും അദ്ദേഹം ഇനി തിരിച്ചു വരില്ല. ഇനി ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. ആ ഒരു ആശ്വാസം പകരുന്ന വാക്കുകൾ അയാൾക്ക് എത്രമാത്രം മാറ്റം വരുത്തിയിട്ടുണ്ടാകുമെന്നറിയുമോ? അയാൾ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? ആ മകൻ്റെ അച്ഛനല്ലേ നീ? ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, അച്ഛൻ നടന്ന വഴികളിലൂടെ നടക്കരുത് എന്നായിരുന്നു പറഞ്ഞതിൻ്റെ സാരം. സത്യം വിജയിക്കട്ടെ, ധർമ്മം പുലരട്ടെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.